BJP. കൊട്ടാരക്കരയിൽ തുടർന്നും കേന്ദ്രീകരിക്കാൻ രശ്മിക്ക് നിർദ്ദേശം നൽകി. രശ്മിയുടെ പരിചയസമ്പത്ത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. രശ്മിക്കെതിരെ കരുതലോടെ പ്രതികരിക്കാനാണ് കോൺഗ്രസിന്റെ ധാരണ. കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ രശ്മി ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി നൽകും. അതേസമയം 2020 പത്തനാപുരം സീറ്റ് നൽകാനാണ് BJP നീക്കം. ഗണേഷ് കുമാറിനെതിരെ അഖിൽ മാരാർ മത്സരിച്ചേക്കും. സെലിബ്രിറ്റി മത്സരം ഗുണം ചെയ്യുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സഖ്യകക്ഷികളുമായുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഹരിമോഹനും AV ജയശങ്കറുമാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ഹരി, NDAയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അഖിൽ മാരാറിനെയും രശ്മിയെയും മുന്നണിയിൽ എത്തിച്ചിരിക്കുന്നു. പത്തനാപുരവും കൊട്ടാരക്കരയും അങ്ങനെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണോ BJPയുടെ കണക്കുകൂട്ടൽ? വിനിത, നേരത്തെ മുതൽക്ക് തന്നെ അകത്തുണ്ടായിരുന്നവർക്ക് സീറ്റിന്റെ കാര്യത്തിൽ ഇതേവരെ തീരുമാനമായിട്ടില്ല. പക്ഷെ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നവർക്ക് കൃത്യമായി സീറ്റ് നൽകാനുള്ള ധാരണ BJPക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ തവണ ഓരോ വിസ്മയങ്ങൾ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൊട്ടാരക്കരയിൽ നിന്ന് രശ്മി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ഇന്നലെയാണ് ആ പ്രവേശനം ഉണ്ടായത്. രശ്മിയോട് കൊട്ടാരക്കര തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ മാരാർജി ഭവനിൽ വെച്ച് ഏറെ നേരം രശ്മിയും രാജീവ് ചന്ദ്രശേഖറും AN രാധാകൃഷ്ണനും അടക്കമുള്ള ആളുകൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പാർട്ടി പ്രവേശനം ഉണ്ടായതും. കൊട്ടാരക്കരയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം ശ്രദ്ധ താൻ കേന്ദ്രീകരിക്കുന്നുണ്ട്, അവിടെ തന്നെ പ്രവർത്തിച്ചു പോരുകയാണ് എന്നുള്ള കാര്യം രശ്മി പറയുന്നുമുണ്ട്. മാത്രമല്ല, ഇന്നലെ പാർട്ടി പ്രവേശനം കഴിഞ്ഞ ശേഷം പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്മി സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ളതാണ് തന്റെ പ്രതീക്ഷ എന്ന് രാജീവ് പറയുകയും ചെയ്തു. അതായത് അനൌദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടിയായിരുന്നു അവിടെ നടന്നത്. ഇതിൽ ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടുള്ളത്, രശ്മിയോട് കൊട്ടാരക്കര തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. നേരത്തെ കൊട്ടാരക്കര സീറ്റ് 2020 നൽകുമെന്നും അവിടെ അഖിൽ മാരാർ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ BJPയുടെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് 2020 പത്തനാപുരം സീറ്റ് നൽകുക. അങ്ങനെ പത്തനാപുരത്ത് അഖിൽ മാരാർ, KV ഗണേഷ് കുമാർ പോര് വന്നാൽ അവിടെ ഒരു ഗ്ലാമർ പോരാട്ടം തന്നെ നടക്കും. അത് വലിയ രീതിയിലുള്ള ശ്രദ്ധ പിടിച്ചു വെച്ചാനുള്ള കാരണമാകും. അതുകൊണ്ട് പത്തനാപുരമായിരിക്കും 2020 നൽകാൻ കൂടുതൽ ഉചിതം എന്നുള്ള ഒരു വിലയിരുത്തലാണ് BJP സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. കൊട്ടാരക്കരയിൽ രശ്മിയാണ് കൂടുതൽ അഭികാമ്യം എന്നുകൂടി BJP പറയുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, മുൻപ് ഒന്നിലധികം തവണ ഗ്രാമപഞ്ചായത്തിലും പിന്നീട് ജില്ലാ പഞ്ചായത്ത് കലൈപുരം ഡിവിഷനിലും അടക്കം രശ്മി വിജയിച്ചിട്ടുണ്ട്. അവിടെ പ്രാദേശികമായി വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ രശ്മിക്കുണ്ട്, അവിടെ പരിചയസമ്പത്തുണ്ട്. ഇതൊക്കെ തന്നെ ഗുണം ചെയ്യും എന്നുള്ളതാണ് BJP കണക്കുകൂട്ടുന്നത്. അതേസമയം തന്നെ അഖിൽ മാരാറെ പത്തനാപുരത്ത് നിർത്തിയാൽ അവിടെ ഗണേഷ് കുമാർ ആയതുകൊണ്ട് തന്നെ അത് ആ പോരാട്ടത്തെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും അത് മറ്റു മണ്ഡലങ്ങളിൽ പ്രചാരണത്തിൽ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ് BJP കണക്കുകൂട്ടുന്നത്. എന്തായാലും സഖ്യകക്ഷികളുമായി അധികം വൈകാതെ ചർച്ച, ഈ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അതിൽ മാത്രമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. 2020 ഇക്കാര്യത്തിൽ എന്തായിരിക്കും പറയുക, പത്തനാപുരം സീറ്റ് എന്ന് പറയുന്ന ഒരു വാഗ്ദാനം അംഗീകരിക്കുമോ, അക്കാര്യത്തിൽ ധാരണയുണ്ടാക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും BJPക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഇന്നിപ്പോൾ നിയമമണ്ഡലത്തിലടക്കം പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. ബാക്കി സീറ്റുകളിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നേതൃത്വം പറയുന്നത്. ഹരിമോഹൻ, AV ജയശങ്കർ കൂടി ചേരുകയാണ്. ജയശങ്കർ, കോൺഗ്രസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? കാരണം രശ്മിക്ക് പ്രാദേശികമായുള്ള സ്വാധീനം അത് ഗുണം ചെയ്യുമെന്ന് BJP കണക്ക് കൂട്ടുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ? അതായത് വിനീത, രശ്മി പ്രാദേശികമായി ഗ്രൗണ്ടുള്ള നേതാവാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാലിന് 10,000-ൽ പരം വോട്ടുകളിൽ മാത്രമാണ് അദ്ദേഹത്തിന് ലീഡുണ്ടായത്. ആ ലീഡ് അങ്ങനെ തളച്ചത് രശ്മിയുടെ ഇടപെടലാണ്. കുളക്കട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി രശ്മിക്ക് പ്രാദേശിക സ്വാധീനമുണ്ട്. 2 തവണയോളം ജില്ലാ പഞ്ചായത്തിൽ അവർ മത്സരിച്ച് വിജയിച്ചതാണ്. അങ്ങനെയുള്ള ഒരു രശ്മി കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലെത്തുമ്പോൾ കരുതലോടെ നീങ്ങാനാണ് കോൺഗ്രസിന്റെ നീക്കം. രശ്മി BJP പാളയത്തിലെത്തി 24 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ രശ്മിയെ പുറത്താക്കിക്കൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് പോലും ജില്ലാ കോൺഗ്രസ് നേതൃത്വം പുറത്തിറക്കിയിട്ടില്ല. അതായത് കരുതലോടെ ലക്ഷ്മിയെ അവഗണിക്കുക എന്നൊരു നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രശ്മിക്കെതിരെ പല ആരോപണങ്ങളും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു പരസ്യ പ്രതികരണമായി നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ഒരു പക്ഷേ ലക്ഷ്മിക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണങ്ങളൊക്കെ നേതാക്കൾ ചിലപ്പോൾ മാധ്യമങ്ങളെ കണ്ടേക്കാം. പക്ഷേ പ്രാദേശിക ഘടകത്തിന് അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിലും ജില്ലാ ഘടകം അങ്ങനെ പരസ്യ പ്രതികരണം ലക്ഷ്മിക്കെതിരെ വേണ്ട, ലക്ഷ്മിക്ക് സ്പേസ് നൽകേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലും സമാനമായ രീതിയിൽ പ്രതികരണം വേണമെന്ന പ്രാദേശിക ഘടകം ഒരു ആവശ്യം ജില്ലാ ഘടകത്തെ അറിയിച്ചു. അതിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. അങ്ങനെ രശ്മി
രശ്മിയെ അവഗണിക്കുക, രശ്മിക്ക് സ്പേസ് നൽകേണ്ട, ആയിഷ പോറ്റിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, ഇതാണ് നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ രശ്മിക്കെതിരെ കൂടുതൽ പ്രതികരണങ്ങളോ അവർക്കെതിരെ മറ്റു കാര്യങ്ങളോ ആയി കോൺഗ്രസ് നേതാക്കൾ വരാനുള്ള സാധ്യത കുറവാണ്. അതാണ് കഴിഞ്ഞ 24 മണിക്കൂറിലും രശ്മി പാർട്ടി വിട്ടിട്ടും ഒരു പരസ്യ പ്രതികരണം രശ്മിക്കെതിരെ പ്രാദേശിക തലത്തിൽ പോലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ നാവിൽ നിന്നും ഉണ്ടാക്കുന്നത്. അത് കൃത്യമായൊരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഘടകത്തിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വിനീത, ശരി, ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയതൊപ്പം ഹരിമോഹനും. ഏതായാലും പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് സീറ്റ് നൽകുന്നു എന്ന രീതിയിൽ BJPയുടെ ഒക്കെ തന്നെ വിമർശനങ്ങൾ ഉണ്ട്. ഏതായാലും പ്രാദേശികമായി രശ്മിക്കുള്ള പിന്തുണ അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ.